ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാശം വിതച്ചിരിക്കുകയാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകൾ, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. പുതുച്ചേരിയിൽ 30 വർഷത്തിനിടയിൽ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴയാണ്. പുതുച്ചേരി, കാരിക്കൽ, കടലൂർ, വിഴുപ്പുറം ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിൽ ദുസ്സഹമായ ജനജീവിതമാണ് കാണാൻ കഴിയുന്നത്. വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെന്നൈ കൊളത്തൂരിലെ പ്രളയബാധിത പ്രദേശങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സന്ദർശിച്ചു. നദീറ AP ചേരുന്നു. നദീറ, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് വിതയ്ക്കുന്നത്. ചെന്നൈയിൽ പ്രളയ സമാന സാഹചര്യമാണെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശിലും ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? നിലവിൽ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആളപായം ഇല്ലാത്തത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടിനെ നേരിടാൻ ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിനിത, ചെന്നൈയിൽ കാര്യങ്ങൾ ഭേദപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെയെല്ലാം സാധാരണഗതിയിലേക്ക് പോകുകയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളക്കെട്ടുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ ചെന്നൈയിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ചെന്നൈക്ക് 145 കിലോമീറ്റർ എങ്കിലും അകലെയുള്ള പുതുച്ചേരിയിലും അതുമായി ബന്ധപ്പെട്ട ആ തീരമേഖലയിലുമാണ്. കടലൂർ, കാരിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വലിയ പ്രശ്നങ്ങളുള്ളത്. അതുപോലെ തന്നെ വിഴുപ്പുറം എന്ന ജില്ലയിലും, തമിഴ്നാടിൻ്റെ വിഴുപ്പുറം എന്ന ജില്ലയിലും വലിയ തോതിൽ മഴ ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് പുതുച്ചേരിയിലും ഉള്ളത്. കടലൂരിലും കാരിക്കലിലും ഇതേ അവസ്ഥയുണ്ട്. പക്ഷേ പുതുച്ചേരിയിലും വിഴുപ്പുറത്തുമാണ് ഏറ്റവും ദയനീയമായ അവസ്ഥയുള്ളത്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പക്ഷേ ആർക്കും പുറത്തിറങ്ങിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പോൾ കുറച്ചെങ്കിലും ആളുകൾ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരെ വിളിക്കുകയും അങ്ങനെ രക്ഷപ്പെടാനുള്ള സാഹചര്യം അവർക്ക് തയ്യാറാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘം നിലയുറപ്പിച്ചുകൊണ്ട് ഈ വീടുകളിൽ നിന്ന് ഉള്ളവരെയൊക്കെ ഒഴിപ്പിക്കുകയാണ്. സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലുമായി ഇവർക്ക് താമസിക്കാനുള്ള ഇടങ്ങളെല്ലാം പുതുച്ചേരി സർക്കാർ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലേക്ക് കൂട്ടത്തോടെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. നാളെ രാവിലെ 6 മണിവരെ മഴ കാണിക്കുന്നുണ്ട് പുതുച്ചേരിയിലും ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ. അതുപോലെ തന്നെ കാറ്റുമുണ്ട്. കാറ്റിന് ഇന്നലത്തെ അത്ര വേഗതയില്ലെങ്കിൽ കൂടി കാറ്റ് നന്നായി വീശുന്നുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ എന്ന വേഗതയാണ് കാറ്റിനുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിനും തടസ്സമുണ്ടാക്കുന്നുണ്ട്. പ്രധാനമായും ഈ വെള്ളക്കെട്ട് തന്നെയാണ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. എല്ലായിടത്തും ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ, ഈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ്, കാരിക്കലും കേന്ദ്രഭരണ പ്രദേശമാണ്, ബാക്കിയെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമായ ജില്ലകളാണ്. ഇങ്ങനെ 11 ജില്ലകളിലോളം വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. നമ്മൾ തലസ്ഥാന നഗരമായ ചെന്നൈയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഏറ്റവും ഇപ്പോൾ ഭീതി കുറഞ്ഞ അവസ്ഥയിലാണുള്ളത്. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDRFിൻ്റെ സംഘമൊക്കെ ഈ പുതുച്ചേരി ലക്ഷ്യമാക്കി തിരിച്ചു കഴിഞ്ഞു. അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായിരിക്കുകയാണ്. കാറ്റ് നേരത്തെ തന്നെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്രാ ഭാഗത്തേക്കും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേരത്തെ സുനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആന്ധ്രാ തീരത്തുണ്ട്. അതുപോലെ തന്നെ മംഗലൂരുവിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെല്ലാം തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഒക്കെ ഉൾപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും നാളെയും. ശരി, ഏതായാലും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് ലഭിക്കുന്നത്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് AP നദീറ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 വർഷത്തിനിടെ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴ തന്നെയാണ്. മറ്റു പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് മൂലം ജനജീവിതം ദുസ്സഹമാണ്. പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെന്നൈയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ ഒരു വിവരം.